നമസ്കാരം. ശ്രീലങ്കയിലെ കൊളംബോയിലാണ് ഞങ്ങളുള്ളത്. കോസ്റ്റൽ റെയിൻ വഴി ശ്രീലങ്കയുടെ താഴെ ഭാഗമായ ഗോളിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. കൊളംബോയിൽ ഞങ്ങൾ എടുത്ത റൂമുള്ളത് ഇവിടെയായിരുന്നു. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇനിയിപ്പോൾ നേരെ പോകുന്നു കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക്. പോകാനുള്ള ട്രെയിൻ ഉള്ളത് അവിടെ നിന്നല്ല, മറഡാണ എന്ന സ്റ്റേഷനിൽ നിന്നാണ്. അവിടത്തേക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. ആദ്യം എന്തായാലും ഫോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് തന്നെ പോവാം. ഇവിടുന്ന് വേണമെങ്കിൽ ഓട്ടോ ഒക്കെ ആക്കിയിട്ട് പോവാം. പക്ഷെ നമുക്ക് അവിടുന്ന് വേറെ ബസ്സൊക്കെ കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത്. ഇതുവഴിയാണ് സ്റ്റേഷനിലോട്ട് പോകേണ്ടത്. ഫോർട്ട് റെയിൽവേ സ്റ്റേഷനാണ് ഈ തൊട്ട് മുന്നിലുള്ളത്. ഇവിടുന്ന് 2 കിലോമീറ്റർ അല്ല, 3 കിലോമീറ്റർ ദൂരമുണ്ട് മറഡാണ റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോവാം. ഇത് മറഡാണയാണോ എന്ന് ഇവരോട് ചോദിക്കണം. ബസ് ഇത് മറഡാണയാണോ ചോദിക്കാം. മറഡാണയല്ല. ഇപ്പൊ മറഡാണ ബസ് എവിടെ? അത് പോയി നോക്കാം. അങ്ങ് അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു. മറഡാണ ഇവിടെ കയറാം. അങ്ങനെ മറഡാന സ്റ്റേഷന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. 30 LKR ആണ് ഒരാൾക്കായത്. ഇന്ത്യൻ രൂപ പറയുമ്പോൾ 8 രൂപ, വളരെ ചീപ്പാണ്. ഇവിടെ തന്നെയാണ് ലോട്ടസ് ടവർ ഉള്ളത്. സ്റ്റേഷൻ ഇവിടെയാണ്, മറഡാന റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ സ്റ്റേഷൻ ഇവിടെ തന്നെ ചെറിയൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്നൊരു ട്രെയിൻ കൊളംബോ ഫോർട്ട് ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു ലോക്കൽ ട്രെയിൻ. അവിടെ ഒരു ഡീസൽ ലോക്കോമോട്ടീവ് കാണാം. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ്, അതായത് ഇറക്കുമതി ചെയ്തതാണ്. പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ബ്രിട്ടീഷ് കൊളോണിയൽ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തമിഴിൽ എഴുതിയിരിക്കുന്നത് മറുദാണൈ പുകയറുക നിലയം എന്നാണ്. അതുപോലെ തന്നെ 1908 ഈ റെയിൽവേ സ്റ്റേഷൻ പണിതത്. നമ്മുടെ കൊളംബോ നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ഹബ്ബാണ് ഈ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കണം. കോസ്റ്റൽ ലൈൻ ഗോൾ ഇതല്ലേ? പക്ഷെ അവിടെ സമയം ഒരു കാര്യം ചെയ്യും, ഇവിടെ കാണിക്കാം. എക്സ്ക്യൂസ് മീ, പ്ലാറ്റ്ഫോം ഏതാന്ന്? ഇവിടെ ട്രെയിനിന്റെ സമയം പ്ലാറ്റ്ഫോം ഒക്കെ കാണിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. പഴയ ഒരു മോഡലാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ്. ഇവിടെ ഒരു ചെറിയൊരു പൂച്ചക്കുട്ടിയുണ്ട്. അവനവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. ട്രെയിൻ പുറപ്പെടാൻ ഒരുപാട് സമയമുണ്ട്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കും 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കും. 5 ഇവിടെയാണ്. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ലോക്കൽ ട്രെയിൻ വരികയാണ്. ഇവിടെ എല്ലാം ഡീസൽ തന്നെയാണ്, ഇലക്ട്രിക് ഇല്ല.
ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല. നല്ല തിരക്കാണ് ഇതില്. ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പേര് ഗളുകുമാരി എന്നാണ്. ഇവിടുന്ന് ഉച്ചക്ക് 2:30 പുറപ്പെടുന്നത്. മറുദാണ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബലിയാട്ട എന്ന ഭാഗത്തേക്കാണ് ട്രെയിൻ പോകുന്നത്. ഈ റൂട്ട് വരുന്നത് ശ്രീലങ്കൻ റെയിൽവേയുടെ കോസ്റ്റൽ ലൈനാണ്, അതായത് തീരദേശ പാത. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കടലിന്റെ തീരത്തുകൂടിയാണ് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കൊളംബോ ഈ ഒരു ഭാഗമൊക്കെ ശ്രീലങ്കേൻ്റെ വെസ്റ്റേൺ പ്രൊവിൻസ് ആണ്. നമ്മൾ പോകുന്ന ഗോളൊക്കെ വരുന്നത് സദേൺ പ്രൊവിൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് ട്രെയിൻ കയറാൻ കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. കാരണം നമ്മൾ പോകുന്ന ട്രെയിൻ മറുദാണയിൽ നിന്ന് പുറപ്പെട്ടത് കൊളംബോ ഫോർട്ട് വഴിയാണ് പോകുന്നത് തന്നെ. പക്ഷേ എന്താ പറയുക, ഈ സ്റ്റേഷൻ എങ്ങനെ വരുന്നു പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം സെൻട്രലും തിരുവനന്തപുരം നോർത്തൊക്കെ വരുന്നില്ലേ, അങ്ങനെ വരുന്നു. അതുകൊണ്ട് ഈ സ്റ്റേഷൻ കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സ്റ്റേഷനിൽ ഇനിയിപ്പം ഇവിടെ ട്രെയിൻ വരികയാണ്. ജെന്റിൽമാൻസ് വെയിറ്റിംഗ് റൂം. വെയിറ്റ് ചെയ്യാനല്ല, നല്ലൊരു മുറി തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ചാർജിങ് പോയിന്റും അവിടെ അവൈലബിൾ ആണ്. കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു മുറി എന്നൊക്കെ പറയാം. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. 2 കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് ട്രെയിനിലേക്ക് കയറാം. ആരുമില്ലേ? ഇവിടെ കുറച്ച് വാട്ടർ ബോട്ടിൽ ഇവിടെ റോളൊക്കെ ഉണ്ട് കേട്ടാ. സമൂസ ഉണ്ട്, പബ്സ് ഉണ്ട്. ഒരു ഡീസൽ ലോക്കോമോട്ടീവില് ഇവിടെ ഒരു ട്രെയിൻ വന്നിരിക്കുകയാണ്. ഈ ലോക്കോമോട്ടീവ് ഇല്ലേ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 2 കാലമായി ഇതുവരെയായിട്ടും നമുക്ക് പോകാനുള്ള ട്രെയിൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടില്ല. വെയിറ്റിംഗ് ആണ്. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കല്ല, 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇതാണ് ഗോളിലേക്ക് പോകാനുള്ള ട്രെയിൻ. ഇതിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്. അതിൽ ബി എന്നൊരു കോച്ചാണ്. അത് ഏതാണെന്ന് നോക്കട്ടെ. ഇത് തന്നെയാണ് ഫസ്റ്റ് ക്ലാസ്. ഓരോരോ ബിയും ഉണ്ട്, എയും ഉണ്ട്. ഇവിടെ TT ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് കയറുന്ന തന്നെയാണ് നല്ലത്. ഇവിടെ AFC എന്ന് കണ്ട, ഇതിൽ ഞങ്ങളെടുത്ത് ബി എന്നൊരു കോച്ചാണ്. ഇവിടെ ആരെയും കാണുന്നുമില്ല. ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഒക്കെ ഇവിടെയാണ്. മുൻഭാഗത്തുനിന്ന് അവിടെയുള്ള ഓഫീസർമാരോട് ചോദിക്കാം. ഇനി കോച്ചിന്റെ അകത്തെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇവിടെയാണ് ഫുഡ് റെസ്റ്റ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ചവിട്ടിയിരിക്കാം. ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അതായത് കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാം. ഇവിടെയാണ് ടേബിൾ വരുന്നത്. നമുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് വെച്ച് കഴിക്കാം. പിന്നെ ഈ കോച്ചിന്റെ അകത്ത് ചാർജിങ് പോയിന്റ് ഉള്ളത് ഇവിടെയാണ്, ഈ ഭാഗത്താണ്. അതുപോലെ തന്നെ കർട്ടനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സീറ്റ് പുഷ് ബാക്ക് ആണ്. അതിൻ്റെ ആ ഒരു ലിവറി ഉള്ളത് ഇവിടെയാണ്. ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കടന്നിട്ട് സുഖകരമായി യാത്ര ചെയ്യാം. പിന്നെ ഈ സീറ്റിൻ്റെ എല്ലാ ഭാഗത്തും കണ്ടോ, ഇവിടെ ഓരോ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസൊക്കെ കാണുന്നുണ്ട്. ഇത് വർക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതിൽ ഒരു അക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിലും USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ വല്ല മീഡിയൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ B എന്നുള്ള ഒരു നമ്പറൊക്കെ കൊടുത്തത് ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റൊക്കെ ഉള്ളത് അങ്ങ് ആ ഭാഗത്താണ്. ഏറ്റവും ലാസ്റ്റ് സൈഡിലാണ് ടോയ്ലറ്റൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഉണ്ട് വെൽക്കം ടു ശ്രീലങ്ക റെയിൽവേസ്. ഇവിടെ ഒരു സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. എത്രത്തോളം വൃത്തിയുണ്ട് നമുക്ക് നോക്കണ്ടേ.
കുഴപ്പമില്ല, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. ചെറിയൊരു ഏരിയ ആണ്. ഇവിടെയാണ് കൈ കഴുകാനുള്ള ഒരു വാഷ് ഏരിയ ഒക്കെ ഉള്ളത്. നല്ലൊരു മിറർ ഉണ്ട്. വൃത്തിൻ്റെ കാര്യം ഓക്കെയാണ്. മറഡാണ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നല്ല കുലുക്കമാണ് ട്രെയിൻ. ട്രെയിൻ അങ്ങനെ കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. കൊളംബോയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കൊളംബോ ഫോർട്ട്. നല്ല തിരക്കാണ് ഇവിടെ. ഇനി മുതൽ അങ്ങോട്ടാണ് കടൽ തീരം കണ്ടുകൊണ്ടുള്ള യാത്ര. ട്രെയിൻ പുറപ്പെടാനുള്ള സമയമായി. കൊളംബോ ഫോർട്ടിലേക്ക് ഞങ്ങൾ ഒരു തവണ കൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിന് ഞങ്ങൾക്ക് മരടാണയിൽ നിന്ന് ഗോള് വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് ലങ്കൻ റുപ്പീസ് ആണെങ്കിൽ 1155 ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറുമ്പോൾ ഒരു 330 രൂപ വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഞങ്ങൾക്ക് ഇവിടെയാണ് സീറ്റ് കിട്ടിയത്. ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്. ഈ ഭാഗത്താണെങ്കിൽ ടേബിളും ഇല്ല, അതും പൊട്ടിയിട്ടാണുള്ളത്. ഇവിടെ ഫുഡ് റെസ്റ്റ് ഒന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ. ഏറ്റവും വൃത്തിയായിട്ടൊരു ഭാഗത്താണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ കഷ്ടകാലത്തിന് സീറ്റ് കിട്ടിപ്പോയത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കിട്ടിയാൽ പോലും തന്നെ നമുക്ക് ഡോറിന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മനോഹരമായ പാതയാണ്. കാരണം മൊത്തം കടലിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് തന്നെ. കടലിന്റെ കാഴ്ചകൾ കാണാൻ തന്നെയാണ് ഞങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെ കടൽ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റേഷന്റെ പേര് കൊല്ലുപെട്ടിയ. എന്താ വ്യൂ അല്ലേ, തൊട്ടടുത്ത് കടല്. ഓരോരോ മിനിറ്റാണ് ഇവിടെയൊക്കെ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. പെട്ടെന്ന് കേറിക്കോ, വണ്ടി ഏത് സമയത്ത് എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. അനൗൺസ്മെന്റ് ഒന്നും മനസ്സിലാവുന്നില്ല. വണ്ടി മൂവ് ചെയ്യലായി. നമ്മുടെ ഇന്ത്യയിലൊന്നും ഇത്ര അടുത്തൊന്നും ട്രെയിൻ കടലിന്റെ ഭാഗത്തേക്കൂടെ പോകുന്നില്ല. ഇത് നോക്കിയേ, തൊട്ടില്ല.
ഞങ്ങളിപ്പോൾ ബമ്പലപ്പിട്ടിയ സ്റ്റേഷനിലേക്ക് ഇതെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കൊളംബോയിൽ നിന്ന് അന്ന് ഇവിടം വരെയാണ് വന്നത്. ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ കാണാം. ട്രെയിനും ആ ഒരു ബീച്ചിൻ്റെ ഈ ഒരു ഭാഗം. എന്ത് മനോഹരാണല്ലേ ഇതാ. ഇവരിത് നോർമൽ ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതിലോട്ട് കയറി കുറേ പേര്. കടലിൽ നിന്ന് കുറച്ച് ശാന്തമാണ്. വെല്ലവട്ട എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റേഷനിലെല്ലാം പെട്ടെന്ന് എത്തുന്നുണ്ട്, കാരണം എല്ലാം അടുത്തടുത്താണ്. എന്തായാലും നല്ലൊരു യാത്ര തന്നെയാണ്, കാരണം ഓരോ നിമിഷവും അത്രയും മനോഹരമാണ്. കാരണം നമ്മൾ ഇത് കാണാത്തത് കൊണ്ട് തന്നെയാണ്, കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു യാത്ര ഇല്ലല്ലോ. എല്ലാ കോച്ചിലും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവരുണ്ട്, RPF ഉണ്ട്. ഓരോരോ പ്രോപ്പർട്ടികളുണ്ട്. ബീച്ച് സൈഡാണല്ലോ. ദഹിവാല സ്റ്റേഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ആ ഒരു ബോർഡുള്ളത്, ദഹിവാല. ട്രെയിൻ കടന്നു വരികയാണ്. ഇത് ലോക്കൽ ട്രെയിനാണ്. ഈ ട്രെയിനിന്റെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ ഭൂരിഭാഗം ഉള്ളത് ഫോറിനേഴ്സ് തന്നെയാണ്, നമ്മളെപ്പോലുള്ളവർ തന്നെയാണ്. കാരണം ഇത് മെയിൻ ഈ ഒരു കടലിന്റെ ഭാഗത്തുകൂടിയുള്ള ഈ ഒരു യാത്രയില്ലേ, അത് കാണാൻ വേണ്ടി മാത്രം. കടലിന്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് റിസോർട്ടുകളും ഉണ്ട്.
കോസ്റ്റൽ ലൈനുകളൊന്നുമില്ല, അതായത് തീരദേശ റെയിൽ റൂട്ടുകളൊന്നുമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ കുറച്ച് ചെറിയൊരു ഭാഗത്തുണ്ട്. തലശ്ശേരിയിലൂടെ പോകുമ്പോൾ ചെറുതായി കാണാമല്ലോ, അത് അത്രേ ഉള്ളൂ ആകെ. അത് കോസ്റ്റൽ ലൈൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ദൂരത്തേക്കൂടെ പോകുന്ന സമയത്ത് ട്രാക്കിൻ്റെ അവിടെ നിന്നാൽ കടൽ കാണാൻ വേണ്ടി വരും. പക്ഷെ ഇതങ്ങനല്ല, ഇത് കിലോമീറ്ററോളം കടലിൻ്റെ സമീപത്തൂടെ തന്നെയാണ് എന്താ പറയുക ട്രെയിൻ കടന്നു പോകുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് നല്ല എന്താ പറയുക മഴയോ അല്ലെങ്കിൽ കടലാക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കടൽ കയറുന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷെ ഈ ഭാഗത്ത് ഒരുപാട് വീടുകളില്ലേ, അവരുടെയൊക്കെ കാര്യം വളരെയധികം മോശം തന്നെ ആയിരിക്കും അല്ലേ ആ സമയത്ത്. കടൽ തീരത്തിന്റെ സമീപത്ത് തന്നെയാണ് എന്താ പറയുക വീടുകളും ട്രാക്കും എല്ലാം അടുത്ത് തന്നെയാണ്. ഇതാണ് ആ പറഞ്ഞ വീടുകൾ. കാരണം കടലിന്റെ ഇത്രയും തൊട്ട് മുന്നിലാണ് ഇതൊക്കെ ഉള്ളത്. ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. മൊറട്ടുവ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു വളവിലാണ് സ്റ്റേഷൻ. ഈ ഭാഗത്ത് കടലില്ല, കുറച്ച് ഉള്ളിലേക്കാണ്. ട്രാക്കിന്റെ നേരെ ഇടത് ഭാഗത്ത് റോഡാണ്. കൊളംബോ മുതൽ ഈ ഭാഗം വരെ ഇങ്ങനെ തന്നെയാണ്. ഈ ബസ്സൊക്കെ പോകുന്നത് കാണാം. ഒരു ഭാഗത്ത് റോഡും അതിൻ്റെ നടുക്ക് റെയിൽ ട്രാക്കും, ഈ ഭാഗത്ത് കടലും. അങ്ങനെയാണ് ഈ ഒരു റൂട്ട്. മനോഹരമാണ്. വീണ്ടും കടൽ വന്നു. നമുക്കെന്തായാലും അത് കാണാൻ പോയി. ഈ കോച്ചിൻ്റെ അകത്തൊന്നും കാണാൻ പറ്റില്ല, അതിന് ഡോറിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകണം. ആൾക്കാരൊക്കെ ഇരുന്നിട്ടും ഒക്കെയാണ്. എന്തായാലും ഈ കടൽ ഒരു തവണയെങ്കിലും ഈ ട്രാക്കിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും അല്ലേ? രണ്ടായിരത്തി സമയത്ത് ശ്രീലങ്കയിൽ സുനാമി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ എന്തായാലും ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാകാം.
ഞങ്ങളിപ്പോ പണതുറ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നമ്മുടെ കോച്ചിന്റെ തൊട്ട് മുന്നിൽ തന്നെ ലോക്കൽ കമ്പാർട്ട്മെന്റ് ആണ്. ഹിക്കടുവ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ട്രെയിൻ വരികയാണ്. ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ ബലിയാട്ടയിലേക്ക് പോകുന്ന റൂട്ടാണ്. അതായത് ഈ ട്രെയിനിന് ഇപ്പൊ ഇതുവഴിയാണ് പോവുക. അഞ്ചേ 35 ട്രെയിൻ ഇതാ ഗോൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇവിടുന്ന് വലിയാട്ട ഭാഗത്തേക്കുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. കൊളംബോ ഭാഗത്ത് നിന്ന് ബലിയാട്ട ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും ഗോൾഡ് വന്നിട്ട് ലോക്കൽ റിവേഴ്സൽ ചെയ്തിട്ടാണ് പോവുക. ഇതൊരു ടെർമിനസ് സ്റ്റേഷനാണ്. ഇവിടെ അവസാനിച്ചു സ്റ്റേഷൻ. ഇതിലൂടെ ഇനി നേരെ പുറത്തേക്ക്. ഈ ശ്രീലങ്കൻ റെയിൽവേയിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങി പോകുമ്പോഴും ടിക്കറ്റ് കാണിക്കണം. സ്റ്റേഷന്റെ പുറത്തിറങ്ങിയാൽ ഇതാ ഓട്ടോറിക്ഷകൾ, ടുക് ടുക്ക്. ഇതാണ് സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച. ഇവിടെ തന്നെ ബസ്സും അവൈലബിൾ ആണ്. ഇത് ഇവിടെ ബസ്സിനെ കാണാം. സ്റ്റേഷന്റെ ഒരു വ്യൂ ഇങ്ങനെയാണ്. ഗോൾ 5:40 ആയല്ലോ. ഇവിടെ ഒരു 6:40 സൺസെറ്റിന്. ഞങ്ങളായാലും ആദ്യം ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് ഗല്ലേ എന്നാണ്. കാരണം GALLE എന്നാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഗല്ലേ എന്നേ പറയൂ. പക്ഷെ ഗല്ലേ എന്നല്ല, ഗോൾ തന്നെയാണ്. തമിഴിൽ ഗാലി എന്നാണ്. ഇവിടുന്ന് ഓരോരോ ഭാഗത്തേക്കും ബസ് സർവീസ്. ഇപ്പൊ ശ്രീലങ്കന്റെ ഏത് ഭാഗത്താണെങ്കിലും ബസ് സർവീസ് അവൈലബിൾ ആണ്. ശ്രീലങ്കയുടെ കോസ്റ്റൽ ലൈൻ വഴിയുള്ള ഒരു കിടിലൻ യാത്രയായിരുന്നു. ഇനിയിപ്പം ഇവിടുത്തെ നൈറ്റ് കാഴ്ചകളും അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അതൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.